നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ DCC മെമ്പറും കോൺഗ്രസ് നേതാവുമായ OM ജോർജ് പോലീസിൽ കീഴടങ്ങി. ഇയാളെ കൽപ്പറ്റ പോക്സോ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കാലിത്തീറ്റയുടെ വിലവർദ്ധനവ് ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ദിവസം കാലിത്തീറ്റയ്ക്ക് വർദ്ധിച്ചത് 50 രൂപ. ജില്ലയിൽ സമ്പൂർണ്ണ കാർഷിക പാക്കേജ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഹരിതസേനയുടെ നേതൃത്വത്തിൽ കർഷകർ കലക്ടറേറ്റിലേക്ക് പ്രതീകാത്മക ശവയാത്ര നടത്തി. വയനാട് മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന് ഉടൻ മറ്റൊരു സ്ഥലം കണ്ടെത്തി പ്രവൃത്തി ആരംഭിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഉറപ്പ്. അടച്ചിട്ട വീട്ടിൽ പുലിയെ കണ്ടെത്തി. പാട്ടവയൽ സ്വദേശി രായിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് പുലിയെ കണ്ടെത്തിയത്. മാനന്തവാടി താലൂക്ക് ലാൻഡ് ബോർഡിൽ ആഴ്ചകളോളമായി സിറ്റിംഗ് നടത്തുന്നില്ല. പ്രതിഷേധവുമായി അംഗങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. പ്രായപൂർത്തിയാകാത്ത ഗോത്രവർഗ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ കോൺഗ്രസ് നേതാവും ബത്തേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ OM ജോർജ് പോലീസിൽ കീഴടങ്ങിയത് ഇന്ന് രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ മാനന്തവാടി SMS DYSP കുബേരൻ നമ്പൂതിരിക്ക് മുൻപിൽ. തുടർ നടപടികൾക്ക് ശേഷം ഇയാളെ കൽപ്പറ്റ പോക്സോ കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ തെളിവെടുപ്പിനും മറ്റുമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കീഴടങ്ങിയ OM ജോർജിനെ തെളിവെടുപ്പ് നടത്തി പ്രതിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജോർജിനെതിരെ കഴിഞ്ഞയാഴ്ചയാണ് പ്രായപൂർത്തിയാകാത്ത ഗോത്രവർഗ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ ബത്തേരി പോലീസ് പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ 1.5 വർഷമായി തന്നെ ഭീഷണിപ്പെടുത്തി ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാണ് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴി. ഒരാഴ്ച മുമ്പ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ജില്ലാ ശിശുക്ഷേമ വകുപ്പ് തണൽ ടോൾ ഫ്രീ നമ്പറിലേക്ക് വന്ന കോളിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ OM ജോർജ് 1.5 വർഷമായി പീഡിപ്പിക്കുകയാണെന്ന് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ബത്തേരി പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ബലാത്സംഗം, പീഡനം, പട്ടികവർഗക്കാർക്കെതിരെയുള്ള പീഡനം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, പോക്സോ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ എടുത്തിട്ടുള്ളത്. അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം. സന്തോഷം. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് പിന്നെ കീഴ്പ്പെടുത്തിയതിൽ സന്തോഷമുണ്ട്. നീതി ലഭിക്കണം, ഞങ്ങൾക്ക് നീതി ലഭിക്കണം, അത്രയും എനിക്ക് പറയാനുള്ളത്. സംഭവം പുറത്തറിഞ്ഞ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജോർജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. OM ജോർജ് മാനന്തവാടി SMS DYSP ഓഫീസിൽ കീഴടങ്ങാനെത്തിയത് രാവിലെ 10 മണിക്ക്. പ്രതിയെ ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മാനന്തവാടി SMS DYSP കുബേരൻ നമ്പൂതിരി പറഞ്ഞു. ഗോത്രവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച OM ജോർജ് ഒളിവിൽ കഴിഞ്ഞത് കർണാടകത്തിൽ. പീഡനവിവരം പുറത്തറിഞ്ഞതോടെ ബത്തേരിയിൽ നിന്നും KSRTC ബസ്സിൽ ഗുണ്ടൽപേട്ടയിലെത്തി. പിന്നീട് ശ്രീരംഗപട്ടണത്തെത്തി. ആധാർ കാർഡും മറ്റു കാർഡുകളും ഇല്ലാത്തതിനാൽ ഗ്രാമപ്രദേശത്തെ ലോഡ്ജിൽ താമസിച്ചു. അവിടെ നിന്നും ബാംഗ്ലൂരിലും പിന്നീട് മൈസൂരിലും എത്തി. ലോഡ്ജ് ലഭിക്കാത്തതിനാൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കിടന്നുറങ്ങി. പിന്നീട് തിങ്കളാഴ്ച മൈസൂരുവിൽ നിന്നും ലോറിയിൽ ബത്തേരിയിൽ വന്ന സഹോദരൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ മാനന്തവാടി SMS DYSP ഓഫീസിൽ കീഴടങ്ങുകയായിരുന്നുവെന്ന് DYSP P കുബേരൻ നമ്പൂതിരി പറഞ്ഞു. ഇവിടുന്ന് പോകുന്ന സമയത്ത് ഐഡൻറ്റി കാർഡൊന്നും എടുത്തിട്ടില്ല. ഐഡൻറ്റി കാർഡ് എടുക്കാത്തതുകൊണ്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട ലോഡ്ജുകളിലൊന്നും റൂം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഇൻറ്റീരിയർ ഏരിയയിൽ അണ്ടർ റെക്കോർഡിക്കലായിട്ട് 2 ദിവസം അവിടെ താമസിച്ചു. അതിനുശേഷം ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂർ ഇതേ അവസ്ഥയാണ്. ഐഡൻറ്റി കാർഡ് ഇല്ലാത്തതിനാൽ അവിടെ ഹോട്ടലുകളിലൊന്നും സ്വീകരിച്ചിട്ടില്ല. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലായിട്ട് താമസിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് മൈസൂരിലെത്തി. ഇതേ അവസ്ഥയിൽ തന്നെ 2 ദിവസം അവിടെ നിന്ന് തുടർന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയിൽ അവിടെ ഒരു ലോറിയിൽ കയറിയിട്ട് ബത്തേരിയിലേക്ക് വന്നു. ബത്തേരിയിൽ ഇവരുടെ ബ്രദറിൻ ലോയുടെ വീട്ടിലെത്തി. അപ്പോൾ വിവരം അറിയിച്ചു. ഇവരുടെ മക്കളെല്ലാം വിവരം അറിഞ്ഞു. അവർ നേരെ കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. ഇതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇത്രയും ദിവസം ശ്രീരംഗപട്ടണം, മൈസൂർ, ബാംഗ്ലൂർ ആണ് താമസിച്ചതെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായിച്ചോ എന്നുള്ളത് പരിശോധിക്കുമെന്നും അത്തരത്തിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും DYSP വ്യക്തമാക്കി. വയനാട് വിഷൻ, മാനന്തവാടി. OM ജോർജിന്റെ കീഴടങ്ങലിലേക്ക് നയിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്നെന്ന് സൂചന. DCC നേതാവും മുൻ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ ജോർജ് പീഡനക്കേസിൽ പ്രതിയായത് കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ചിരുന്നു.
OM ജോർജിന്റെ കീഴടങ്ങിലേക്ക് നയിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്നെന്ന് സൂചന. DCC നേതാവും മുൻ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ ജോർജ് പീഡനക്കേസിൽ പ്രതിയായത് കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ചിരുന്നു. കൂടാതെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ യാത്ര ബുധനാഴ്ച ജില്ലയിലെത്തുന്നതും മറ്റൊരു ഘടകമാണ്. അറസ്റ്റ് വൈകുന്നതിൽ DYFIയും വനിതാ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കൂടാതെ ബുധനാഴ്ച DYFI ബത്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനും പ്ലാനിട്ടിരുന്നു. ഇക്കാര്യം വാർത്താസമ്മേളനം നടത്തി അറിയിക്കാനിരക്കിയാണ് OM ജോർജിന്റെ കീഴടങ്ങൽ. മാർച്ചിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ബുധനാഴ്ച വൈകിട്ട് ബത്തേരിയിലെത്തുന്ന മുല്ലപ്പള്ളിയുടെ യാത്രയെയും ബാധിക്കുമെന്ന കണക്കുകൂട്ടലും കോൺഗ്രസ് കാലേക്കൂട്ടി കണ്ടിരുന്നു. ഇത്തരം സാധ്യതകൾ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടൽ ജോർജിന്റെ കീഴടങ്ങലിലേക്ക് നയിച്ചതെന്നാണ് പിന്നാമ്പുറ സംസാരങ്ങൾ. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ക്ഷീരകർഷകരെ വീണ്ടും പ്രതിസന്ധിയിലാക്കി കാലിത്തീറ്റ വിലവർധനവ്. പച്ചപ്പുല്ലിന്റെ ദൗർലഭ്യതയോടൊപ്പം കാലിത്തീറ്റ വിലവർധനവ് ക്ഷീരമേഖലയ്ക്ക് കടുത്ത വെല്ലുവിളിയാവുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ ചാക്കിന് 50 രൂപയാണ് വർദ്ധിച്ചത്. പച്ചപ്പുല്ലിൻ്റെ നാമ്പ് പോലുമില്ലാത്ത വേനൽക്കാലത്ത് പാലുൽപാദനത്തിന് ആശ്രയിക്കുന്നത് കാലിത്തീറ്റയെയാണ്. അടിക്കടി ഉണ്ടാകുന്ന വിലവർധനവ് ക്ഷീരമേഖലയ്ക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. വയനാട്ടിലെ കാർഷിക പ്രതിസന്ധിയോട് പൊരുതാൻ ഒരു പരിധിവരെ സഹായകമാകുന്നത് ക്ഷീരമേഖലയാണ്. ഈ മേഖലയ്ക്ക് ഏൽക്കുന്ന ചെറിയ പ്രതിസന്ധി പോലും വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് വിലക്കയറ്റം നിയന്ത്രിക്കുകയോ സബ്സിഡി നൽകി സഹായിക്കുകയോ ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. പൊതുവെ പച്ചപ്പുല്ലൊന്നും കിട്ടാനില്ല. വേനൽക്കാലമാകുമ്പോൾ ക്ഷീണിക്കുകയാണ്. ആ സമയത്താണ് ലേശം ആക്കത്തിനൊക്കെ ഇത് കിട്ടേണ്ടത്. മഴക്കാലത്തൊക്കെയാണ് നമുക്ക് ലേശം പുല്ലൊക്കെ ചെത്തി കൊടുക്കാൻ പറ്റും. ഇപ്പം അതുമില്ല. അതുകൊണ്ട് കാലിത്തീറ്റ കുറച്ചും കൂടെ ആശ്വാസം നിലയ്ക്ക് കമ്പനിക്കാരും സർക്കാരും പിന്നെ സൊസൈറ്റി എല്ലാവരും കൂടെ സഹകരിച്ച് കൃഷിക്കാരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തണം. എന്നാൽ കാലിത്തീറ്റയിലെ പ്രധാന ഇനമായ ചോളത്തിൻ്റെ ലഭ്യതക്കുറവാണ് കാലിത്തീറ്റ വില കൂടാൻ കാരണമെന്ന് പറയുന്നു. പ്രളയകാലത്ത് ചോളം തണ്ടടക്കം മുറിച്ച് കർണാടകത്തിൽ നിന്നും വയനാട്ടിലെത്തിച്ചിരുന്നു. ഇത് നിരോധിച്ച് കർണാടകത്തിൽ ഉത്തരവിറക്കി. എന്തായാലും ചോളവില ഉയർന്നതാണ് കാലിത്തീറ്റ വിലവർധനവിന് കാരണമായി പറയുന്നത്. വയനാട് വിഷൻ, ചീരാൽ. ജില്ലയ്ക്ക് സമ്പൂർണ്ണ കാർഷിക പാക്കേജ് നടപ്പാക്കുക, കർഷക കുടുംബങ്ങൾക്ക് 10,000 രൂപ ജീവനാംശമായി അനുവദിക്കുക, ജപ്തി, ലേലം, സർഫാസി നിയമങ്ങൾ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതീകാത്മക ശവയാത്രയുമായി ഹരിതസേന കർഷകർ ജില്ലാ ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തികച്ചും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ട് തട്ടിക്കുട്ടിയതാണ് ഈ ബഡ്ജറ്റെന്ന് മാർച്ച് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഹരിതസേന സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ പറഞ്ഞു. മാർച്ചിൽ ജില്ലാ പ്രസിഡന്റ് MA സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായ ഒരു കണക്കെടുത്തപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കണ്ടെടുത്ത ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകളുണ്ട്. കേരളത്തിലെ എല്ലാ മന്ത്രിമാർക്കും 25 വീതം പേഴ്സണൽ സ്റ്റാഫ് ഉള്ളതിൽ ഭൂരിപക്ഷ പേഴ്സണൽ സ്റ്റാഫുകളും ഇന്ന് 50,000 രൂപ പെൻഷനും 75,000 രൂപ ശമ്പളവും ഒരേ സമയത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെന്ന് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് മറുപടി ലഭിച്ചിരിക്കുകയാണ്. വയനാട് മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന് നല്ല സ്ഥലം കണ്ടെത്തി നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കാനാണ് LDF ശ്രമമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പ്രളയത്തിന് ശേഷമുള്ള പഠനത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിനായി കണ്ടെത്തിയ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സം ഉയർന്നിട്ടുണ്ട്. UDF ഏറ്റെടുത്ത ഭൂമിയിൽ നിർമ്മാണം നടത്തുകയാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തതെന്നും കോടിയേരി പറഞ്ഞു. UDF ഗവൺമെന്റിന്റെ കാലത്താണ് ആ സ്ഥലം കണ്ടെത്തിയത്. യഥാർത്ഥത്തിൽ ആ സ്ഥലം ഒന്ന് ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ തന്നെ അന്ന് UDF ഗവൺമെന്റിന്റെ കാലത്ത് സംഭവിച്ച ഒരു പെശകാണ്. അത് ആ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ അവകാശമില്ലാത്തൊരു സ്ഥലമാണ് അന്ന് സർക്കാർ ഏറ്റെടുത്തത്. അതിനെ തുടർന്ന് സ്ഥലം ലഭ്യമാക്കലാണ് ഇപ്പോൾ ആദ്യത്തെ പ്രശ്നം. അതിൻ്റെ ഭാഗമായി സ്ഥലം കണ്ടെത്തി സർക്കാർ മെഡിക്കൽ കോളേജ് വയനാട്ടിൽ സ്ഥാപിക്കുന്നതിന് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ആ തുടക്കത്തിൽ തന്നെ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സ്ഥലം പറ്റൂല, അല്ലെങ്കിൽ അത് നേരത്തെ എടുത്തിരുന്നത് ഇതായിട്ടല്ല എന്ന് പറഞ്ഞിട്ട് 2.5 കൊല്ലം അവിടെ തുടർ നടപടികൾ പലതും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഉപേക്ഷിക്കുന്നത്. കാര്യങ്ങൾ ഗവൺമെന്റ് തമ്മിൽ വ്യക്തമാകപ്പെടല്ലേ ഗവൺമെന്റ് തീരുമാനിക്കാൻ സാധിക്കും. പാട്ടവയലിൽ വീടിനുള്ളിൽ പുലിയെ കണ്ടെത്തി. വീട്ടിപ്പടി വില്ലൻ പറമ്പിൽ രായിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് പുലിയെ കണ്ടെത്തിയത്. ബന്ധുവീട്ടിൽ വിവാഹത്തിന് പോയതിനാൽ 3 ദിവസമായി വീട് അടച്ചിട്ടിരുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോൾ ശബ്ദം കേട്ടതിനാൽ വാതിൽ അടച്ചിട്ട് വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയെ കൂട്ടിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു.
മാനന്തവാടി താലൂക്ക് ലാൻഡ് ബോർഡിൽ ആഴ്ചകളോളം സിറ്റിംഗ് നടക്കാത്തതിനാൽ പ്രതിഷേധവുമായി അംഗങ്ങൾ. ഏറ്റെടുത്ത മിച്ചഭൂമി സംബന്ധിച്ചുള്ള പരാതികളും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന താലൂക്ക് ലാൻഡ് ബോർഡ് സിറ്റിംഗ് നടക്കാതെയായിട്ട് ആഴ്ചകളോളമായി. 5 ആഴ്ചകൾക്ക് ശേഷം ഇന്നലെയായിരുന്നു സിറ്റിംഗ് ചേർന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് സിറ്റിംഗ് ആരംഭിക്കുമെന്ന് അറിയിച്ചെങ്കിലും 3 മണിക്ക് ശേഷമാണ് ചേർന്നത്. 5 തവണ സിറ്റിംഗ് നടത്താത്തതിലും ഇന്നലെ ചേർന്ന സിറ്റിംഗ് സമയത്ത് തുടങ്ങാത്തതും ലാൻഡ് ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. ബോർഡ് ചെയർമാൻ അടക്കം 6 അംഗങ്ങളാണ് ലാൻഡ് ബോർഡിലുള്ളത്. കൽപ്പറ്റ ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ അനിൽകുമാറും ചെയർമാനും മറ്റ് 5 രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുമാണ് ലാൻഡ് ബോർഡ് അംഗങ്ങൾ. ഇന്നലെ സിറ്റിംഗിൽ പങ്കെടുക്കുമെന്ന് കാണിച്ച് നോട്ടീസ് ലഭിച്ചവർ നേരത്തെ തന്നെ ലാൻഡ് ബോർഡ് ഓഫീസിലെത്തിയിരുന്നു. ചെയർമാൻ എത്താത്തതിനാൽ സിറ്റിംഗ് തുടങ്ങാൻ വൈകിയത് ഓഫീസിലെത്തിയവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. അപേക്ഷകർക്ക് ഇരിക്കാൻ പോലുമുള്ള സൗകര്യമില്ലാത്തതും അപേക്ഷകർക്ക് ദുരിതമായി. ആഴ്ചയിൽ എല്ലാ ചൊവ്വാഴ്ചയുമാണ് ലാൻഡ് ബോർഡ് സിറ്റിംഗ് ഉള്ളത്. കഴിഞ്ഞ 5 ആഴ്ചയും സിറ്റിംഗിൽ പങ്കെടുക്കുന്നത് കാണിച്ച അപേക്ഷകർക്ക് നോട്ടീസ് നൽകിയെങ്കിലും ലാൻഡ് ബോർഡ് ഓഫീസിലെത്തിയവർ ചെയർമാനില്ലാത്ത കാരണം പറഞ്ഞ് സിറ്റിംഗ് നടക്കാതെ നിരാശരായി മടങ്ങുകയായിരുന്നു. ലാൻഡ് ബോർഡിൽ 3 ജീവനക്കാരാണുള്ളത്. ഡെപ്യൂട്ടി തഹസിൽദാരും ക്ലർക്കും പിയൂണും. ലാൻഡ് ബോർഡ് ചെയർമാന്റെ ചുമതല കൽപ്പറ്റയിലെ ഡെപ്യൂട്ടി കളക്ടർക്കാണ്. ഇതാണ് പലപ്പോഴും ലാൻഡ് ബോർഡ് സിറ്റിംഗ് നടക്കാത്തതിന് കാരണമെന്നും ആക്ഷേപമുണ്ട്. ഇതിന് സ്ഥിരമായ പരിഹാരം കാണണമെന്നാണ് ഇപ്പോൾ അപേക്ഷകരുടെ ആവശ്യം. വളരെ നിരുത്തരവാദപരമായ നിലപാടാണ് ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള ലാൻഡ് ബോർഡ് ചെയർമാൻ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ലാൻഡ് ബോർഡ് അംഗങ്ങൾ യോഗത്തിലെത്തുകയും ഈ ചെയർമാൻ യോഗത്തിൽ ഹാജരാകാതിരിക്കുകയും ചെയ്യുക വഴി നടപടിയെടുക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ, ഭൂമി സംബന്ധമായി നടപടിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇപ്രകാരം പെൻഡിങ്ങിലാകുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് നിരുത്തരവാദമായി പെരുമാറുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. അന്തിയുറങ്ങാൻ ഒരു വീടിനായി പതിറ്റാണ്ടുകളായി അപേക്ഷകൾ നൽകി കാത്തിരിക്കുകയാണ് ഒരു കുടുംബം. നെന്മേനി പഞ്ചായത്തിലെ ചുള്ളിയോട് പുതുക്കുടി റംലയാണ് വീടിനായുള്ള കാത്തിരിപ്പ് തുടരുന്നത്. റംലയ്ക്ക് ആകെ 7 സെന്റ് സ്ഥലമാണുള്ളത്. ഇതിൽ ഫ്ലെക്സ് കൊണ്ട് മറച്ച ഒരു കുടിലുമുണ്ട്. 10 വർഷത്തോളമായി റംല വീടിനു വേണ്ടി അപേക്ഷ നൽകാറുണ്ട്. എന്നാൽ ഇതുവരെ ഇവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒരു കുടിൽ കാലപ്പഴക്കത്താൽ തകർന്നപ്പോൾ മറ്റൊരു കുടിൽ കെട്ടിയാണ് ഇവരിപ്പോൾ താമസിക്കുന്നത്. സമ്പൂർണ്ണ വെളിയിട മുക്തമെന്ന് അവകാശപ്പെടുമ്പോഴും ഇവർക്ക് ഇപ്പോഴും ശൗചാലയം പോലുമില്ല. ഭർത്താവ് സെയ്ദ് മുഹമ്മദും 3 മക്കളുമടങ്ങുന്ന കുടുംബം ഈ കുടിലിനുള്ളിലാണ് അന്തിയുറങ്ങുന്നത്. വീട് ലഭിക്കുന്നതിന് ഏറ്റവും അർഹമായ പല കുടുംബങ്ങളും ഇപ്പോഴും അനർഹരായി തുടരുന്നുണ്ട്. 7 വർഷമായി ഞാൻ ഈ ഷെഡിലാണ് കഴിയുന്നത്. എനിക്ക് 19 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്. ഈ ഷെഡ് പൊളിച്ച് കളയാതെ പൊളിഞ്ഞിട്ടാണ് ഇത് വീണ് പോയിട്ട്, ഒരു ഭാഗം വീണ് പോയിട്ടാണ് ഞാൻ ഇപ്പുറത്തെ ഈ ഷെഡ് കെട്ടിയിട്ട് ഇപ്പം അതിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാനും ഭർത്താവും 3 മക്കളുമാണ് ഈ വീട്ടിൽ ഈ ഷെഡിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ പെൺകുട്ടിനെ വെച്ചിരിക്കാനും എനിക്കൊരു വീട് തരണം. ഇതുവരെ ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് എൻ്റെ ലൈഫിലുള്ള വീട് പോലും ഇപ്പോൾ പോയിട്ട് എൻ്റെ പേര് ലിസ്റ്റിലില്ല എന്നാണ് ഇപ്പം എന്നോട് അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ജില്ലയിൽ ലൈഫ് ഭവന പദ്ധതി 1ാം ഘട്ടത്തിൽ 7525 വീടുകൾ പൂർത്തീകരിച്ച നേട്ടത്തിൻ്റെ നിറവിൽ യോഗ്യതാ ലിസ്റ്റിൽ ഇടം പിടിക്കാത്ത ഇത്തരം ആളുകളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ഈ ബൃഹത് പദ്ധതിയുടെ ലക്ഷ്യം പൂർണ്ണമാകൂ. വയനാട് വിഷൻ, ചീരാൽ. ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായി കുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടപ്പിലാക്കുന്ന തിങ്കവന്ത് പദ്ധതി ശ്രദ്ധേയമാകുന്നു. പഠനത്തിനൊപ്പം സ്വയം തൊഴിൽ പരിശീലനത്തിലൂടെ ഇവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. സ്കൂളിലെ 340 ഗോത്രവർഗ വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഭാഗമായിരിക്കുന്നത്. ഒരു വർഷം മുമ്പാണ് കുപ്പാടി ഗവൺമെൻറ് സ്കൂളിൽ നിലാപുതിച്ചു എന്നർത്ഥം വരുന്ന തിങ്കവന്ത പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്കൂളിലെ 50% വരുന്ന ഗോത്ര വിദ്യാർത്ഥികളുടെ പുരോഗമനം ലക്ഷ്യം വെച്ചാണ് പദ്ധതി തുടങ്ങിയത്. പഠനത്തോടൊപ്പം സ്വയം തൊഴിലും ഇവരുടെ പരമ്പരാഗത കലകളിലും പരിശീലനം നൽകി കുട്ടികളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനു പുറമെ തൊഴിൽ, കായിക പരിശീലനങ്ങൾ, വിവിധോദ്ദേശ പഠനയാത്രകൾ, IT പരിശീലനങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ, പഠന വീടുകൾ തുടങ്ങിയവും തിങ്കവന്ത് പദ്ധതിയിൽപ്പെടും. കുട്ടികൾ സ്വയം നിർമ്മിക്കുന്ന ക്ലീനിംഗ്, വാഷിംഗ് ഉൽപ്പന്നങ്ങൾ സ്കൂളിൽ തന്നെ വിൽപ്പന നടത്തി വരുമാനവും കണ്ടെത്തുന്നുണ്ട്. ഇതിനു പുറമെ കുട്ടികൾക്ക് തയ്യൽ പരിശീലനവും നൽകുന്നു. ഈ പദ്ധതി കൊണ്ട് വിദ്യാർത്ഥികളെ സ്വയം പര്യാപ്തരാക്കുന്നതിന് പുറമെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും ഉപകരിക്കുന്നതായി പദ്ധതി കോർഡിനേറ്റർ നിഷ വ്യക്തമാക്കുന്നു. കുപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിലെ 806 വിദ്യാർത്ഥികളിൽ 248 പേരും പണിയ വിഭാഗത്തിലുള്ള കുട്ടികളാണ്. ഈ കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളും നമുക്കറിയാവുന്നതാണ്. അവരിലെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിച്ച് അവരെ നേതൃനിരയിലേക്ക് ഉയർത്തുന്നതിനു വേണ്ടി, അതുപോലെ അവരുടെ സമഗ്ര വികസനത്തിനു വേണ്ടി കുപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആരംഭിച്ച പദ്ധതിയാണ് തിങ്കവന്ത്. തിങ്കവന്ത് എന്ന് വെച്ചാൽ കാട്ടുനായ്ക്ക ഭാഷയിൽ നിലാവുദിച്ചു എന്നാണ് അർത്ഥം.
വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ അവരുടെ സർഗാത്മക കഴിവുകളും അതുപോലെ തന്നെ ക്രിയാത്മക ശേഷികളും പ്രവർത്തന നിരതരായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ കുട്ടികളുടെ കഴിവുകളും ഉയർത്തുകയും വളർത്തുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത്. പദ്ധതിക്ക് ആവശ്യമായ സഹായങ്ങൾ ബത്തേരി നഗരസഭയാണ് ചെയ്തു നൽകുന്നത്. പദ്ധതിയുടെ 1ാം വാർഷികം ഇന്ന് സ്കൂളിൽ ആഘോഷിച്ചു. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി. അത്യാധുനിക രീതിയിലുള്ള ജൈവ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം ബത്തേരിയിൽ പുരോഗമിക്കുന്നു. 3.5 കോടി രൂപ ചെലവഴിച്ച് കരിവള്ളിക്കുന്നിലാണ് ജർമ്മൻ സാങ്കേതിക വിദ്യയിലൂടെയുള്ള ജൈവ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. നഗരസഭയുടെ ഉടമസ്ഥതയിൽ കരിവള്ളിക്കുന്നിലുള്ള 60 സെന്റ് സ്ഥലത്താണ് അത്യാധുനിക രീതിയിലുള്ള ജൈവ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. തികച്ചും ജർമ്മൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. ഇതിനായി 3.5 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയിലൂടെ സംസ്കരിച്ച് ബയോഗ്യാസ് ഉണ്ടാക്കും. ഈ ഗ്യാസ് ഉപയോഗിച്ച് വൈദ്യുതിയും നിർമ്മിക്കാനാകും. പ്രതിദിനം 5 മെട്രിക് ടൺ മാലിന്യം വരെ സംസ്കരിക്കാനും ശേഷിയുണ്ട്. 1200 യൂണിറ്റ് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാൻ പ്ലാന്റിനാവും. ഇതിൻ്റെ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 5 മാസത്തിനകം പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭാ അധികൃതർ. പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുന്നതോടെ വീടുകളിൽ നിന്നടക്കം മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കാനും കഴിയും. നഗരസഭ നടപ്പാക്കുന്ന സംസ്ഥാനത്ത് തന്നെ മാതൃകയായിട്ടുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് പണി നല്ല പുരോഗതിയിലാണുള്ളത്. ഈ നമ്മുടെ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് പ്രവൃത്തി ഈ ഫെബ്രുവരി 15-20 പൂർത്തീകരിക്കപ്പെടുകയാണ്. കമ്പനിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഒരു 2 മാസം 2.5 മാസം കൊണ്ട് കമ്പനിയുടെ നിർമ്മാണ പ്രവൃത്തിയും പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി ഒരു 3-4 മാസം കൊണ്ട് നമുക്ക് ഈ പ്ലാന്റിൻ്റെ നിർമ്മാണ പ്രവൃത്തി സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. തീർത്ഥാടന കേന്ദ്രമായ പുൽപ്പള്ളി തിരുഹൃദയ ദേവാലയത്തിൽ 10 ദിവസം നീണ്ടുനിന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളിന് കൊടിയിറങ്ങി. സമാപന ദിനത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ കൂട്ടാല കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ടൗൺ ജംഗ്ഷനിലേക്ക് ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണവും സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. വെള്ളമുണ്ട കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ചാൻസലേഴ്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നിർധനരായ 5 കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ ഫെബ്രുവരി 9 മുതൽ വെള്ളമുണ്ട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരവം 19ന്റെ പ്രചരണാർത്ഥം വെള്ളമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂൾ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും തെരുവു നാടകവും പടിഞ്ഞാറത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തി. ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന പരിപാടിയാണ് നടത്തിയത്. സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത് നയിക്കുന്ന വെളിച്ചത്തിലേക്ക് നടക്കാമെന്ന സാംസ്കാരിക യാത്രയ്ക്ക് തരുവണയിൽ സ്വീകരണം നൽകി. പരിപാടിയോടനുബന്ധിച്ച് സംസ്കാര സാഹിതി സംസ്ഥാന കമ്മിറ്റിയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഗാന്ധി ഇന്ത്യ ജ്വലിക്കട്ടെ ഗോഡ്സെ ഇന്ത്യ മരിക്കട്ടെ എന്ന തെരുവു നാടകവും അവതരിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് നിയോജക മണ്ഡലത്തിലെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ മികച്ച വ്യക്തികളെ ആദരിച്ചു. മുൻമന്ത്രി PK ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ജിജി പോൾ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് NK വർഗീസ്, സുരേഷ് ബാബു വാളാൽ, വിനോദ് തോട്ടത്തിൽ, TK മമ്മൂട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ചിന്തകളെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഉറഞ്ഞുതുള്ളുന്ന ഗോഡ്സെയുടെ പ്രേതം ബാധിച്ചവർ ഈ നാട് ഭരിക്കുന്നു എന്നതിന്റെ യഥാർത്ഥ മുഖമാണ് ഞാൻ നിങ്ങളും കണ്ടത്. ആ പൂജ പാണ്ഡെ ഗാന്ധിയുടെ ചിത്രത്തിന് നേരെയല്ല വെടിയുതിർത്തത്. ആ തോക്ക് ചൂണ്ടിയത് ഗാന്ധിക്ക് നേരെ മാത്രമല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന മതേതരവാദികളായ എല്ലാവരുടെയും നമ്മുടെയൊക്കെ നെഞ്ചിന് നേരെയാണ് ആ തോക്ക് ചൂണ്ടിയത് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം എന്നാണ് സംസ്കാര സാഹിതിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്വകാര്യ ക്വാറിക്കും ക്രഷറിനുമെതിരെ കരിമ്പാലൻ കോളനി വാസികൾ. വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ കരിമ്പാലൻ കോളനിക്കടുത്താണ് സ്വകാര്യ ക്വാറിയും ക്രഷറും പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അടച്ചുപൂട്ടിയ ക്രഷർ യൂണിറ്റിന് ജനങ്ങളുടെ വ്യാപക പ്രതിഷേധം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി വീണ്ടും പ്രവർത്തനാനുമതി നൽകിയത്. യാതൊരു നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കാതെയാണ് രാത്രികാലങ്ങളിലും ഇത് പ്രവർത്തിക്കുന്നത്. ക്വാറിയും ക്രഷറും പ്രദേശവാസികളുടെ സ്വൈരജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണ്.
ജനങ്ങളുടെ നിരന്തര പരാതികൾക്ക് യാതൊരു പരിഹാരവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കരിമ്പാലൻ സമുദായ ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ നാളെ രാവിലെ 9 മണി മുതൽ ക്വാറി ക്രഷർ യൂണിറ്റുകളിൽ നിന്നുള്ള വണ്ടികൾ പൊന്നടയിൽ തടയും. ഞങ്ങളവിടെ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ അവിടെ ഈ ക്രഷർ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം ഇത് വീടുകൾക്കും അതേപോലെയുള്ള ഒരുപാട് ജീവനും സ്വത്തിനൊക്കെ ഭീഷണിയായിട്ടുള്ള ഒരു അതുകൊണ്ട് ആ ക്രഷർ ഞങ്ങൾക്ക് അവിടെ വേണ്ടാന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. പിന്നെ അതുകൂടാതെ ടിപ്പറുകളൊക്കെ കണ്ടമാനം അങ്ങനെ വലിയ ടക്കറുകളൊക്കെയാണ് പോകുന്നത്. ഈ സ്കൂളിൽ പോകുന്ന മക്കൾക്കൊക്കെ അതിനെ കൊണ്ട് ഭയങ്കര കൂടുക. ഞങ്ങൾ നിന്നിട്ട് ഒരുപാട് അപേക്ഷ ഇതൊക്കെ കൊടുത്തതാണ്. കളക്ടറെടുത്തും പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെയുള്ള എല്ലാ സ്ഥാപനത്തിലും കൊടുത്തിട്ട് യാതൊരു നടപടി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ജില്ലയിലെ ചെറുകിട തേയില കർഷകർ പ്രതിസന്ധിയിൽ. വിലയിടിവും തൊഴിലാളി ക്ഷാമവുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. തേയില കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. ജില്ലയിലെ ചെറുകിട തേയില കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. വിലയിടിവും തൊഴിലാളി ക്ഷാമവുമാണ് കർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. നിലവിൽ 1 കിലോ തേയിലച്ചപ്പിന് 13 രൂപ 50 പൈസയാണ്. ഇതിൽ ചെലവിനത്തിൽ 12 രൂപയോളം വരുന്നുണ്ട്. 1 രൂപ 50 പൈസ മാത്രമാണ് ഈ കൃഷിയിൽ നിന്ന് കർഷകർക്ക് കിലോയിൽ ലഭിക്കുക. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ എത്തിച്ചാണ് നിലവിൽ തേയിലച്ചപ്പ് നുള്ളുന്നത്. ഇതിന് ഭീമമായ തുകയും നൽകേണ്ടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയാൽ മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് കർഷകർ പറയുന്നു. ഇപ്പം കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ തേയിലക്കൊളുന്തിന് വിലയില്ല, വിലക്കുറവ്. അത് തന്നെയല്ല, ഇതിൻ്റെ സമയമാകുമ്പോൾ കൊളുന്തെടുക്കാനായിട്ട് തൊഴിലാളികളെ കിട്ടാതിരിക്കുക എന്നതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്. തൊഴിലാളികളുടെ അന്യ സംസ്ഥാനങ്ങളിൽ പോയി അന്യായമായ കൂലി കൊടുത്ത് ഇവിടെ കൊണ്ടുവരേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനൊരു മുഖ്യ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളികളെല്ലാം തൊഴിലുറപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റ് വർക്കുകളിലേക്ക് നീങ്ങുന്നത് മൂലം സമയത്ത് നമുക്ക് തൊഴിലാളികളുടെ ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. എടവക അമ്പലവയൽ പൊടിക്കളം ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മാർച്ച് 9 മുതൽ 13 വരെ നടക്കുന്ന പ്രതിഷ്ഠാദിനത്തിന്റെയും തിറമഹോത്സവത്തിന്റെയും ആദ്യ സംഭാവന വള്ളിയൂർക്കാവ് ക്ഷേത്രം ട്രസ്റ്റി മോഹനൻ മാസ്റ്ററിൽ നിന്നും ക്ഷേത്ര ഖജാൻജി മലയിൽ ബാബു ഏറ്റുവാങ്ങി. ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ പി പ്രസന്നൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പുനത്തിൽ രാജൻ, പുനത്തിൽ കൃഷ്ണൻ, കെ ബാബു, ഒ കെ വാസു, എം എ ശശി, സുമാ മോഹൻ, ടി വി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. വളരെ ഗംഭീരമായ പരിപാടികളാണെന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച്, ക്ഷേത്രത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം അകമഴിഞ്ഞ തൃപ്തിയാണ് ഉള്ളത് എന്ന് ആ അവസരത്തിൽ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രം ഉത്തരോത്തരം മുന്നോട്ട് പോകട്ടെ. അതിന് സർവേശ്വരൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ. അതോടൊപ്പം ഈ വർഷം നടക്കുന്ന ഉത്സവം വളരെ ഗംഭീരമായി തീരുവാൻ എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായവും ഉണ്ടാവും. വെള്ളമുണ്ട താഴെങ്ങാടിയിൽ ഡ്രൈനേജിനായി ചാലെടുക്കുന്നതിൽ അപാകതയുള്ളതായി ആരോപണം. കഴിഞ്ഞ ദിവസം ടാറിംഗ് ചെയ്ത റോഡ് പൊളിക്കാതെ ചാലെടുക്കാമെന്നിരിക്കെ ഉദ്യോഗസ്ഥരുടെ പിടിവാശി റോഡ് വീതി കുറയാൻ കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു. വെള്ളമുണ്ട ടൗണിൽ ഓവുചാൽ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വെള്ളമുണ്ട താഴെങ്ങാടിയിൽ ഇന്ന് ചാലെടുക്കുന്നതിനിടയിലാണ് അപാകത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയത്. താഴെങ്ങാടിയിലെ ഹൈമാസ് ലൈറ്റിന് ചേർന്ന് ചാലെടുക്കാതെ പുളിഞ്ഞാർ റോഡിന് കുറുകെ കടകളോട് ചേർന്ന് ചാല് കീറിയാൽ റോഡിന് വീതി കുറയാതെ കൃത്യമായി പ്രവൃത്തി നടക്കുമെന്നിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിവാശി കാരണം കഴിഞ്ഞ ദിവസം ടാറിംഗ് നടത്തിയ റോഡ് പൊളിക്കാനും ഹൈമാസ് ലൈറ്റിന് ഭീഷണിയാകും വിധം ചാല് കീറുകയാണ് ചെയ്തത്. അപാകതകൾ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇത് ഉദ്യോഗസ്ഥർ കാര്യമായി എടുത്തില്ല. BSNL ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഇതുകാരണം വ്യാപകമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. രീതിയിലുള്ള ഡ്രെയിനേജ് നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. റോഡിന് തീരെ വീതിയില്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ റോഡ് തന്നെയാണ് ഈ ഡ്രെയിനേജ്. അടിയന്തരമായി ഇതിനാവശ്യമായ നടപടി എടുക്കണം. ഇപ്പോൾ ഇങ്ങേ ഭാഗത്തൂടെ നല്ല സൗകര്യത്തിൽ ഡ്രെയിനേജ് ഉണ്ടാക്കാനുള്ള സ്ഥലമുണ്ട്. അതൊന്നും അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ട് അവർ തയ്യാറാകുന്നില്ല. വയനാട് വിഷൻ, വെള്ളമുണ്ട. വരയാൽ ശ്രീ കുരിക്കിലാൽ വരദായിനി ദേവി നാഗരാജ നാഗയക്ഷി ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി 7 മുതൽ 10 വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാപന ദിവസമായ 10-ന് പതിവ് പൂജകൾക്ക് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ DCC മെമ്പറും കോൺഗ്രസ് നേതാവുമായ OM ജോർജ് പോലീസിൽ കീഴടങ്ങി. ഇയാളെ കൽപ്പറ്റ പോക്സോ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും.
കാലിത്തീറ്റയുടെ വില വർധനവ് ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ദിവസം കാലിത്തീറ്റയ്ക്ക് വർദ്ധിച്ചത് 50 രൂപ. ജില്ലയിൽ സമ്പൂർണ്ണ കാർഷിക പാക്കേജ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഹരിതസേനയുടെ നേതൃത്വത്തിൽ കർഷകർ കലക്ടറേറ്റിലേക്ക് പ്രതീകാത്മക ശവയാത്ര നടത്തി. വയനാട് മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന് ഉടൻ മറ്റൊരു സ്ഥലം കണ്ടെത്തി പ്രവൃത്തി ആരംഭിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഉറപ്പ്. അടച്ചിട്ട വീട്ടിൽ പുലിയെ കണ്ടെത്തി. പാട്ടവയൽ സ്വദേശി രായിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് പുലിയെ കണ്ടെത്തിയത്. മാനന്തവാടി താലൂക്ക് ലാൻഡ് ബോർഡിൽ ആഴ്ചകളോളമായി സിറ്റിംഗ് നടത്തുന്നില്ല. പ്രതിഷേധവുമായി അംഗങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.